ഹലോ ഗായ്സ്, അങ്ങനെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇരിക്കുന്ന കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ പറഞ്ഞ ഗെയിമിലാണ് കേട്ടോ. ഒരു വെബ് സീരീസ് ആയിട്ട് തന്നെയാണ് നമ്മൾ വന്നേക്കുന്നത്. ഇപ്പം നമ്മൾ വെറുതെ എടുത്തൊരു ദിവസമാണ് കേട്ടോ. ഇത് റെൻറ്റിന് എടുക്കുന്നതാണ്, പക്ഷേ മുഴുവൻ നമ്മളിതാണ്. അതുകൊണ്ട് നമ്മൾ ഈ റൂം നമ്മളതായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ ഒന്ന് താമസിക്കുകയും നമ്മൾ കാർ പുരാതനായതുകൊണ്ട് എല്ലാ ഫോട്ടോസും ഉണ്ട് കേട്ടോ. ലംബോർഗിനി, പോർഷെ, പിന്നെ BMW ഒക്കെ ഉണ്ട് ഗൈസ് ഇവിടെ. ഏത് വൈബ്, അംബാനി വൈബ് സംഭവം വേറൊന്നുമല്ല. നമ്മളെ ചെറിയ ബിസിനസ്സൊക്കെ തുടങ്ങി കുറച്ച് റിച്ച് ആയേക്കാണ് ഗൈസ്. കയ്യിലിപ്പോൾ അത്യാവശ്യം നല്ല പൈസ ഉണ്ട്. പിന്നെ ഇടയ്ക്ക് നമ്മൾ ഫ്രാങ്ക്ലിനും കാണാൻ പോകണം കേട്ടോ. നമ്മൾ ഇന്ത്യൻ ബൈക്ക് സിറ്റിയിലെ ഫ്രാങ്ക്ലിനും കാണാമെന്ന് വിചാരിക്കുന്നുണ്ട്. കുറേ ദിവസമായി അവിടെ കൊണ്ട് പോയിട്ട്. ഇപ്പോൾ കുറച്ച് ദിവസം ആയിട്ടുണ്ട്. ഓരോ ദിവസം നമുക്ക് അങ്ങോട്ടും പോകണം. നമ്മൾ വണ്ടി ബേക്ക് വശത്ത് അവിടെയാണ്. വണ്ടിയുടെ ഓർക്കിട്ട് ഏതാ വണ്ടി ഒരു കമൻറ്റ് ചെയ്യുക. ഏതുമല്ല, നമ്മുടെ എല്ലാം സ്വന്തം ഹോണ്ട സിവിക്കാണ് കേട്ടോ. ഏതാ വൈബ്, അമ്പാൻ വൈബ് ഗൈസ്. സംഭവം വേറെ ഒന്നുമല്ല ഗൈസ്, ഈ വണ്ടിയെ നമ്മളത് മോഷണം പോയിനി ഗൈസ്. സംഭവം ഇപ്പോൾ കിട്ടുകയും ചെയ്തെന്ന്. സംഭവം പോലീസ് പിടിച്ചേനി. പിന്നെ അതിൽ മോഷണം പോയി, അങ്ങനെയൊക്കെ കുറേ കേസൊക്കെ ആയി. അതാണ് വണ്ടി കയ്യില്ലായിന്. പിന്നെ ചെറിയൊരു പോലീസും പിടിച്ചിനി. സംഭവം ഇതിന് മോഷണം പോയി, അങ്ങനെ കുറച്ച് കേസൊക്കെ ആയി. അങ്ങനെ നടക്കുന്നുണ്ട്. പോലീസ് ചേർന്നപ്പോൾ ഒരു സ്ഥലത്ത് പൊക്കിയിട്ടോ ഈ വണ്ടി. ഞാൻ ഈ വണ്ടിയും കൊണ്ട് കിടക്കുന്നുണ്ട്. ആരോ പൊക്കിയതാണ് സംഭവം പറയുകയാണെങ്കിൽ. നമുക്ക് ഇനി ഒന്ന് നോക്കണം. നമ്മൾ ഗാരേജിൽ പോവാം. നമ്മളെ ടോമൊന്നും ഇപ്പോൾ കാണില്ല ഇവിടെ. നമ്മളെ പെന്നി ഇപ്പോൾ കാണലൊന്നുമില്ല ഇവിടെ. ടോം പെന്നി. അപ്പം നമുക്ക് നേരെ ഗാരേജിൽ പോവാം. സംഭവം ഇപ്പോൾ കുറച്ച് റിച്ചായിരുന്നു. ഞാൻ റിച്ചായപ്പോൾ ഓന് റിച്ചാണ്ടേ, അത്ര ഓന് റിച്ചായി. ഇപ്പോൾ ഷോറൂമൊക്കെ ആയിട്ടാണ് മൂപ്പര് കൊണ്ടെടുക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് വിചാരിച്ചൊരു കുറച്ച് കാർസൊക്കെ നമുക്ക് ഇറക്കി നിന്ന് നമുക്ക് ഗാരേജ് പോകുമ്പോൾ കാണാം. ഇതാണ് നമ്മളെ പുതിയ ഗാരേജാണ് കേട്ടോ ഗൈസ്. നമ്മളുണ്ടാക്കി പുതിയ ഗാരേജ്. എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് ഗൈസ്. അപ്പം ഏതാണെന്ന് വിചാരിക്കുന്നത് കാർ പാർക്കിംഗ് 2 ആണ് കേട്ടോ ഗൈസ്. ഇപ്പോൾ 1 നമുക്ക് ചെറിയ മോഡൊന്നും പ്രശ്നം ഉണ്ടായതുകൊണ്ട് നമ്മൾ ഒഴിവാക്കിയാണ്. 1 വേണമെന്നുള്ളൊരു കമൻറ്റ് ചെയ്യും. നമ്മളേതായാലും നമ്മളെ ഗാരേജിക്ക് എത്തിയേക്കാണ് കേട്ടോ. ഇതാണ് ഗൈസ് നമ്മളെ കാർ കളക്ഷൻ. ഏതാ വൈബ് ഗൈസ്. അപ്പം നമുക്ക് ഈ കാർ ഇപ്പോൾ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാം. ഇറങ്ങുന്ന മുന്നേ എന്താ ചെയ്യുക, ഇനി ലോക്കാക്കണ്ട. നമ്മളെ ഗാരേജല്ലേ. ഇതാണ് കേട്ടോ ഗൈസ് നമ്മളെ കാർസ് ഫുള്ള് നമ്മളതാണ് കേട്ടോ. പിന്നെ ഇത് നമ്മൾ പോലീസ് തന്നാണ് ഗിഫ്റ്റായിട്ട്. പിന്നെ നമ്മൾ പോലീസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ വണ്ടി എടുക്കാം. ആ രീതിയിലാണ് തന്നെ. കാരണം വേറെ എന്തല്ല, ചെറിയൊരു ഡ്യൂട്ടി നമ്മൾ ചെയ്തു കൊടുത്തീനി. വലിയൊരു ഡ്യൂട്ടിൻ്റെ ചെയ്തു. പിന്നെ അത് നമ്മൾ അപ്പാപ്പൻ തന്ന വണ്ടീനി. നമ്മളന്ന് പോയപ്പോൾ റെഡ് സംഭവം ഇടിച്ച് മുഴുവൻ പൊളിഞ്ഞു. പിന്നെ നമ്മൾ ബോഡിയൊന്നും കിട്ടാത്തതുകൊണ്ട് നടുക്കീനിട്ടോ. അപ്പോൾ ഏതാണ് നമ്മൾ ബോഡിയൊക്കെ പൈസ കൊടുത്ത് ഇമ്പോർട്ട് ചെയ്ത് റെഡി. നമ്മളിപ്പോൾ ഇറക്കിയാണ്. പിന്നെ നമ്മളെ സൂപ്പർ കുറച്ചുകൂടി പണിതെന്ന്. പിന്നെ നമ്മൾ എന്ന് വിചാരിച്ചൊരു വണ്ടി ഇത് വാങ്ങാൻ പൈസ ഇല്ലാത്ത നിൽക്കിനി വാങ്ങി. പിന്നെ റോയ്സ്, പിന്നെ അത് നമ്മളെ BMW, പിന്നെ നമ്മളെ ലാൻഡ് ക്രൂസർ ഉണ്ട്. സംഭവം ചെറിയ നോക്കിയാൽ പക്ഷെ കിട്ടാത്തതുകൊണ്ട് ലാൻഡ് ക്രൂസർ മേലെ സെറ്റാക്കിയാണ് കേട്ടോ. അതാണ് ആ ലിവറൊക്കെ. പിന്നെ നമ്മളെ താറുണ്ട് കിട്ടില്ല, കുറച്ചുകൂടി മോട്ടിവേഷൻ ചെയ്തു. പിന്നെ ഈ വണ്ടീനി നമ്മൾ പെന്നിനോ പറഞ്ഞിനി അന്ന്. അപ്പം ഒരുപാട് കാത്തുന്ന വണ്ടിയാണ്, കിട്ടാത്തതുകൊണ്ട് ഇപ്പോൾ പോൾ വാക്കർ എഡിഷനാണ് കേട്ടോ ഗൈസ് ഫുള്ളി. നമ്മളിനിയും കൺവേർട്ട് ചെയ്ത് പോൾ വാക്കർ ആക്കാണ്. 2 വണ്ടി ഇനി നമുക്ക് മോഡിഫിക്കേഷൻ ചെയ്യാനുണ്ട് കേട്ടോ. ഒന്ന് നമ്മൾ ഈ GTR അതാണ് BMW. ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിയ വണ്ടിയാട്ടോ ഇത്. ഒരിക്കലും നമ്മൾ കൊടുക്കില്ല. GTR BMW ബാക്കിയോ സൂപ്പർ നമ്മൾ കൊടുക്കില്ല കേട്ടോ. പിന്നെ ബാക്കിയുള്ളതൊക്കെ ചിലപ്പോൾ കൊടുത്തു തരും, പക്ഷെ അപ്പം തന്നാൽ വണ്ടി നമ്മൾ കൊടുക്കില്ല. സിവിക്കോ നമ്മൾ കൊടുക്കില്ല.
ബാക്കിയൊക്കെ കൊടുത്തെങ്കിലും ഇത്ര വണ്ടി നമ്മൾ കൊടുക്കില്ല. പിന്നെ ലാൻഡ് ക്രൂസർ പജറ് കിട്ടിയാൽ പിന്നെ അവൻ കൊടുക്കൂട്ടോ, അത്രേ ഉള്ളൂ. ഇത്രയാണ് നമ്മളെ വണ്ടി കളക്ഷൻസ്. ഇനി നമുക്ക് ഉള്ളു കയറിയേക്കാം. നമ്മൾ കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഗൈസ്. മോനെ നമ്മൾ ചെറിയൊരു റെസ്റ്റ് റൂമാട്ടോ. പിന്നെ ഓഫീസുണ്ട് ഗൈസ്, പക്ഷെ തുറന്നില്ല, എന്താണെന്നില്ല, തുറക്കാൻ കിട്ടില്ല. പിന്നെ അതവിടെ വേറെ റൂമുണ്ട്. ഓഫീസ് ഇതല്ല, ഓഫീസ് മുകളിലാണ് ഗൈസ്. ഇതും ചെറിയ റെസ്റ്റ് റൂമാണ്. വണ്ടി എന്തെങ്കിലും കേടുവരികയാണ് നമ്മൾ ആൾക്കാരെ വിളിച്ചു. അപ്പം അവർക്ക് നിൽക്കാനുള്ള റെസ്റ്റ് റൂമാണ്. പിന്നെ ഗെയിമിങ് സെറ്റൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറങ്ങാനുള്ള സെറ്റും ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മളെ ഓഫീസ്. ഇവിടെ കിടന്ന് ഗെയിം കളിച്ചാൽ സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ, വൈബ്. ഏതായാലും നമുക്ക് ഇരുന്ന് ഗെയിമൊക്കെ കളിച്ചാൽ. ഇവിടുന്ന് നേരെ നോക്കുമ്പോൾ എല്ലാ കാർസും കാണുന്നുണ്ട് കേട്ടോ ഗൈസ്. നമുക്ക് ഏതായാലും ഒരു സ്ക്രീൻ ഷോട്ട് എടുത്തേക്കാം നമ്മളെ ഈ എല്ലാ കാർസും. സ്ക്രീൻ ഷോട്ട് എടുത്ത് വെച്ച് കാണാം. ഇനി അങ്ങനെ കിട്ടിയെന്ന് വരില്ല. നമുക്ക് ഏതായാലും ചെറിയായിട്ട് എങ്ങോട്ട് ഇറങ്ങാണ്ട് പോലീസിലേക്ക് പോകാണ്ടിട്ട്. കുറേ ദിവസമായി പോലീസ് സ്റ്റേഷനിലൊക്കെ ഒന്ന് പോയിട്ട്. അപ്പം നമുക്ക് ഏതായാലും യൂണിഫോമൊക്കെ ഒന്ന് ഇട്ടിപ്പോൾ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോയേക്കാം. അങ്ങനെ നമ്മൾ ഏതായാലും പോലീസ് റൂം ഡ്രസ്സൊക്കെ ഇട്ടെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഹാറ്റ് നോക്കണം. ഇവിടെ നമ്മൾ ഹാറ്റ് ഇതനാണ് സംഭവം. ഇപ്പം ഇതിടണ്ട ഗൈസ്, അപ്പം നമുക്ക് തൽക്കാലം ഇതിടാം. കാരണം എന്തായാലും വലിയ ഓഫീസർ സെൽഫൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും മീറ്റിങ്ങൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊക്കെ എടുക്കാൻ വെച്ചാണ്. ഇപ്പം അറ്റൻഡ് ചെയ്തേനി മറന്നുപോയി ഗൈസ്. ഒരു ദിവസം ഗെയിമിൽ കയറിയിട്ട് അതിനും പോയി. തന്നെയാണ് ഷൂസ് തോന്നുന്നുണ്ട്. നമുക്ക് നേരെ ഇനി ഷൂസ് ഇട്ടേക്കാം. സിവിക്ക് വരെ കിടക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇനി ഇത് വണ്ടി എപ്പോൾ എടുക്കുക. പോലീസ് സ്റ്റേഷനൊക്കെ ഉണ്ട്. ഇതിലേതൊരു വണ്ടി എടുത്ത് പോകണം. അതിന് നമുക്ക് നോക്കിനി. അതിന് ഇത്ര നേരം നോക്കിനി ഏത് വണ്ടി എടുത്ത് പോകാം. നമ്മൾ ഫ്രാങ്ക്ലിൻ്റെ വരെയൊക്കെ ഉണ്ട്. അപ്പം അതിന് വേണ്ടി ഏതായാലും വണ്ടി എടുക്കണം. അതിന് വേണ്ടി നോക്കിക്കിനി. എന്തായാലും ഇത് വണ്ടി എടുത്താൽ നമ്മൾ ഇവിടുന്ന് ആ വണ്ടി കൊണ്ടുപോയില്ല കേട്ടോ. ഇവിടുന്ന് എയർപോർട്ട് കയറ്റം മാത്രം. അപ്പം നോക്കി ഏതപ്പോൾ എടുക്കുക. ലാൻഡ് ക്രൂസർ എടുക്കണ്ട, ട്രിപ്പിനുള്ള വണ്ടിയാണ്. വലിയ ആരോ ഫാമിലി ട്രിപ്പൊക്കെ പോകുമ്പോൾ റോയ്സ് എടുത്ത് പോവാം. ആദ്യം പോലീസ് സ്റ്റേഷനിലേക്കൊന്ന് പോയേക്കാം. സൂപ്പർ എടുത്ത് പോകണം. GTR തന്നെ എടുക്കാം. കുറേ ദിവസമായി വണ്ടിയൊക്കെ ഒന്ന് എടുത്തിട്ട്. അല്ല വേണ്ട, നമുക്ക് കമ്പനി വൈപ്പായിക്കോട്ടെ. റോയ്സ് തന്നെ എടുത്തിട്ട് ആൾ നമ്മളെ കൂട്ടാൻ ചില വേറെ ഏതെങ്കിലും വണ്ടികളൊക്കെ ഉണ്ടാവും ഗൈസ്. അപ്പം ഇത് വേറത്തെ പോകണമെന്ന് എടുക്കാന്നുള്ളൂ. ഇത് പിന്നെ ഫുള്ളി മോഡിഫൈഡ് വണ്ടി കേട്ടോ. ഈ മസ്റ്റാങ്ക് കുറച്ച് ഓൾഡാണ്, എന്നാലും പൊള്ളി വണ്ടി തന്നെയാണ്. നമ്മൾ ഫുള്ളി മോഡിഫിക്കേഷൻ ഇറക്കിയിട്ടുള്ളൂ. അപ്പം തിരിച്ച് ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് കൺട്രോൾ കിട്ടൂല. അതാണ് ഇതിൻ്റെ മെയിൻ പ്രോബ്ലം. ഇത് നമ്മളെ ടോമിൻ്റെ ഗാരേജാണ് കേട്ടോ. ഫുള്ള് കാർസൊക്കെ ആണ്. ഇതൊക്കെ വിൽക്കലാണ്. സംഭവം ഫുൾ ഡ്രിഫ്റ്റ് വണ്ടി കേട്ടോ. നമുക്ക് ഇതിൻ്റെ മുന്നേ ചെറുതായിട്ട് പൊളിഞ്ഞ് ഒന്ന് റെഡിയാക്കി. പൊളിഞ്ഞില്ല, ഐഡിയിലൊന്നും പൊളിഞ്ഞത്. അപ്പം നമ്മളേതായാലും റെഡിയാക്കി നേരെ
പോലീസ് സ്റ്റേഷനിലേക്ക്. അപ്പം നമ്മൾ ഇത്രയുള്ള നമ്മളെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. തൽത്തൻ ബായ്. കാരണം ഈ വീഡിയോ നേരെ പോവാണ്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. തൽത്തൻ ബായ്. അപ്പോൾ സബും ലൈക്കും ചെയ്യാൻ പോകരുത്. പിന്നെ സൗണ്ട് ചെറിയൊരു വ്യത്യാസം ഉണ്ട്. 15 വയസ്സൊക്കെ കയ്യിൽ കൈസ്. അപ്പം അതിൻ്റെ ഒരു വ്യത്യാസമാണ്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. തൽത്തൻ ബായ്. കേട്ടോ, ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താതായി പോയാണ്. ക്ഷമിക്കണം, ചെറിയ പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം റോയ്സ് എടുത്ത് പോവാണ്. നമുക്ക് ഫ്രാങ്ക്ലിൻ്റെ ഇപ്പോൾ ഒരു വീട്ടിലെത്തി ഇന്ത്യൻ ബൈക്ക് നയിക്കും നമ്മളുണ്ടാവുക. അപ്പം ഇനി കാർ പാർക്കിൻ്റെ വീഡിയോ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ എത്തും മുന്നേ നമ്മൾ GTR-ഉം അതുപോലെ തന്നെ R34-ഉം ഫുള്ളായിട്ട് പണിയും. അപ്പം നമുക്ക് നേരെ പോയേക്കാം. Till then, bye.